ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നത്. നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് വാട്സപ്പ്. വാട്സപ്പ് എന്നുള്ളത് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ വാട്സപ്പിൽ നമുക്ക് പ്രയാസകരമായി തോന്നുന്ന ചില സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസിയായി ചെയ്യാൻ പറ്റും. അത്തരം ചില വാട്സപ്പ് ട്രിക്കുകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, വാട്സപ്പ് യഥാസമയങ്ങളിൽ അതിന്റെ വേർഷനുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ വേർഷനുകൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്തരം പുതിയ വേർഷനുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നാം ഉപയോഗിച്ചു വരുന്ന ആ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യഥാസമയങ്ങളിൽ നാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ആ വാട്സപ്പിന്റെ ഏറ്റവും പുതിയ പുതിയ ഫീച്ചറുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് ആ ട്രിക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ആ ട്രിക്കുകളിലേക്ക് നമുക്ക് പോകാം. വാട്സപ്പിൽ നാം പലപ്പോഴും നല്ല നല്ല ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ നാം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ കാണുന്ന ആളുകൾ നമ്മളോട് ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ ആവശ്യപ്പെടാറുമുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നാം സാധാരണ ചെയ്യാറുള്ളത്, ഗാലറിയിലോ അതല്ലെങ്കിൽ അവർ നമുക്ക് അയച്ച ഗ്രൂപ്പുകളിൽ, ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ വന്നതാണെങ്കിൽ അവിടെയോ പോയി അത് വളരെ തപ്പിപ്പിടിച്ചതിന് ശേഷമാണ് നാം അവർക്ക് സെൻഡ് ചെയ്യാറുള്ളത്. അതിന് പകരം നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ ആ സ്റ്റാറ്റസ് കണ്ട ആളുകളുടെ പേരൊക്കെ കാണുന്ന അതൊന്ന് ഓപ്പൺ ചെയ്ത് അതിന് മുകളിലായിട്ട് ഡിലീറ്റ് ഐക്കണും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് കാണാം. അവിടെ നിന്നും നേരിട്ട് സ്റ്റാറ്റസിൽ നിന്ന് തന്നെ നമുക്ക് ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടെ പേരിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് ഇത്. ഇതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട് മറ്റൊരു ട്രിക്ക് പരിചയപ്പെടാം. സ്റ്റാറ്റസിൽ വരുന്ന വീഡിയോസുകൾ അതല്ലെങ്കിൽ ഫോട്ടോസുകൾ പൗസ് ചെയ്യാൻ വേണ്ടി അത് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത്, ഒരു വിരൽ അതിൻ്റെ മുകളിൽ വെച്ച് അമർത്തി പിടിക്കുക എന്നുള്ളതാണ്. അതിന് പകരം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ആ വിരൽ നമ്മൾ ഉയർത്തിയാൽ അത് പ്ലേ ആവുകയും ചെയ്യും. അതിന് പകരം നമുക്ക് 3 വിരൽ കൊണ്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പൗസായി നിൽക്കുന്നതാണ്. ഒന്ന് പരിശോധിക്കാം നമുക്ക്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ 3 വിരലുകൾ കൊണ്ട് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ പൗസാകുന്നതാണ്. അതുപോലെ തന്നെ നാം മറ്റുള്ളവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരത് വായിച്ചിട്ടുണ്ടോ, റീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യത്യസ്തമായ കളർ ടിക്ക് മാർക്കുകളിലൂടെയാണ്. അത് നമുക്കറിയാം. അതുപോലെ നമുക്ക് വന്ന മെസ്സേജുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ ഓർമ്മയില്ലാതെ ആയി പോകാറുണ്ട്. അപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിലും നമുക്ക് ആ കളർ വ്യത്യാസത്തിലൂടെ നമ്മൾ നേരത്തെ റീഡ് ചെയ്ത മെസ്സേജാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരാൾ മെസ്സേജ് അയച്ചു, നമുക്ക് ആ മെസ്സേജ് വായിക്കണം, പക്ഷെ അയച്ച ആൾക്ക് അറിയാൻ പാടില്ല നമ്മളത് വായിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക? നേരത്തെ പറഞ്ഞ ടിക്ക് മാർക്കുകൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ ഫോണിലുണ്ട്. പക്ഷെ അത് നമുക്കും അത് നമ്മൾ വായിച്ച മെസ്സേജ് വായിച്ചതാണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാനും അത് ഓഫ് ചെയ്താൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അയച്ച ആൾ അറിയാതെ നമുക്ക് മെസ്സേജ് വായിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫോൺ ഒന്ന് എയ്റോപ്ലെയിൻ മോഡലിലേക്ക് മാറ്റുക. എയ്റോപ്ലെയിൻ മോഡലിലേക്ക് ഇവിടെ നമുക്ക് ആ ചിഹ്നം കാണാം. അതിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ആ മെസ്സേജ് വായിക്കുന്നത് എങ്കിൽ, നമ്മൾ എയ്റോപ്ലെയിൻ മോഡലായിരിക്കുമ്പോൾ വായിക്കുന്ന ആ സമയത്ത് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് അത് നമ്മൾ വായിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അവരറിയാതെ തന്നെ നമുക്ക് ഈ മെസ്സേജ് വായിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ട്രിക്ക്, നമ്മൾ പലർക്കും വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ നമ്മൾ പലർക്കും വോയിസ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കും സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയത്താൽ നമ്മളത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട്.
നമ്മൾ ആ വോയിസ് മെസ്സേജ് അയച്ച ഉടനെ അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം അത് ആ സ്പോട്ടിൽ തന്നെ വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ പോയതിനു ശേഷം അതേ ആളെ വീണ്ടും സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ റെക്കോർഡ് ചെയ്ത മെസ്സേജ് നമുക്കവിടെ കാണാം, ഒരു ഡിലീറ്റ് ചിഹ്നം കാണാം, അതുപോലെ പ്ലേ ചെയ്യാനുള്ള ചിഹ്നം കാണാം, സെൻഡ് ചെയ്യാനുള്ള ചിഹ്നവും കാണാം. ഇവിടെ നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് അത് നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണോ എന്നൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് ട്രിക്കുകൾ നമ്മുടെ വാട്സപ്പിലുണ്ട്. എല്ലാം ഒരു വീഡിയോയിൽ നമുക്ക് പറയുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ വീണ്ടും നല്ല ട്രിക്കുകളുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.